നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എയ്ഡ്സ് ബാധിതരാകുന്ന യുവാക്കളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് പുറമെ മയക്കുമരുന്നുകൾ കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ചും ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂചിയുമെല്ലാം HIV പടർത്തുന്നു എന്നാണ് റിപ്പോർട്ട്. മയക്കുമരുന്ന് സിറിഞ്ച്, അണുബാധയുള്ള ടാറ്റു സൂചി എന്നിവയുടെ ഉപയോഗവും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവുമാണ് യുവാക്കളിൽ HIV കൂടാൻ കാരണമെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വ്യക്തമാക്കുന്നുണ്ട്. 2024-25 രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരിൽ 14% പേർ 19 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്. ഈ കാലയളവിൽ സംസ്ഥാനത്ത് 1213 പേരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവരിൽ 197 പേർ 19 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലാണ് എയ്ഡ്സ് ബാധിതർ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. 2021-22 കാലയളവിൽ 19 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 76 പേർക്കാണ് കേരളത്തിൽ HIV ബാധ കണ്ടെത്തിയത്. 2022-23 ആയപ്പോഴേക്കും 19 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 131 പേർക്ക് എയ്ഡ്സ് ബാധ സ്ഥിരീകരിച്ചു. 2023-24 19 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 181 പേർക്കാണ് രോഗബാധ കണ്ടെത്തിയത്. ഇതാണിപ്പോൾ 2024-25 ആയപ്പോഴേക്കും 197 പേരിലേക്ക് രോഗബാധ വർദ്ധിച്ചത്. ഈ സാഹചര്യത്തിൽ സമഗ്ര ആരോഗ്യ സുരക്ഷ യുവാക്കളിലൂടെ എന്ന ക്യാമ്പയിനിലൂടെ ബോധവൽക്കരണ പ്രചാരണം ഊർജിതമാക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലുമായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെയായിരിക്കും ബോധവൽക്കരണം നടപ്പിലാക്കുക.